ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കണ്ടിക്കട്ട് എന്തെങ്കിലും എടുത്ത് ഉടുത്തുകൊണ്ട് ഇറങ്ങിപ്പോട്ടെ എന്നാണ് പറയാൻ. അച്ഛ വന്നാ അച്ഛാ പോയിട്ട് 1 മണിക്കൂറല്ലേ ഉള്ളു, അതിനൊന്നും തിരിച്ചു വന്നു. ലച്ചേച്ചി എവിടെ? എനിക്കറിയാം ബീഫും പൊറോട്ട എവിടെ? ബീഫും പറയട്ടെ, നീ എന്റെ പൈസ അട്ടിയായിട്ട് തന്നിക്കണം വാങ്ങിച്ചോണ്ട് വരാൻ. അല്ല അച്ഛൻ അല്ല ഇങ്ങോട്ട് പറഞ്ഞത് ബീഫും പൊറോട്ട ഞാൻ മേടിച്ചോണ്ട് വരാന്ന്. പിന്നെന്താ ഇപ്പൊ വാങ്ങിച്ചോ വന്നില്ലല്ലേ? അത് പറയേ കുഴിപ്പള്ളത്ത് പോയില്ലേ അച്ഛ? കുഴിപ്പള്ള ഓരോരുത്തർ വന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ ചാടി ഇറങ്ങി പുറപ്പെടും. വേണ്ട വേണ്ട വിചാരിക്കും, എന്നാലും ഞാൻ കൂടെ അങ്ങ് പോകും. പണ്ടൊക്കെ നീയാണ് എന്നെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കണം, ഇപ്പൊ അത് ലച്ചുവാണ്. ഞാൻ അച്ഛനെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചോണ്ടിരുന്നത്. അച്ഛനല്ല അച്ഛൻ എന്നെ ഓരോ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചോണ്ടിരുന്നത്. അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, എന്നിട്ട് വന്നിട്ട് നമ്മളെ സപ്പോർട്ടിന് വിളിക്കും, ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യും. ആ ചമ്മയുടെ നിന്ന് പള്ളു മൊത്തം എനിക്ക്. അച്ഛൻ കാരണം ഞാൻ ചോദിച്ചിന് കൈ കണക്കൂല, അറിയൂ. കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി പ്രശ്നം എന്തോന്നാ? പ്രശ്നം അറിഞ്ഞാൽ മതിയാവളാ. എല്ലാത്തിനും വളർത്തി വഷളാക്കി ഞാൻ. അമ്മ വളർത്തി വഷളാക്കിയെന്നല്ലേ അച്ഛൻ പറയുന്നത്? വിളിച്ചോ പോളെ. ഇവിടെ എന്തിനും ഞാൻ വിളിച്ചോണ്ട് പോകണം? അവൾക്ക് ഒരാളെ അവളും പറയട്ട്, അവൾക്കും കാണൂലേ വിഷമം കുഴിപ്പള്ളത്ത് കൊണ്ടുപോകാത്തന്റെ. നീ സമയം കണ്ട് പകവൊക്കെയാണ് അല്ലടാ കേശു. അച്ഛാ ഈ കേശു എപ്പോഴും അച്ഛന്റെ കൂടെ നിന്നിട്ടുള്ളൂ, അതാണ് ഇപ്പൊ അച്ഛൻ വരെ വരെ മറക്കണത്. നീനൊക്കെ കൊല്ലടേ. അച്ഛാ ഇപ്പൊ കാര്യം എന്തെന്ന് പറ, പ്രശ്നം എന്തോന്ന്? പ്രശ്നം ലച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പ്രശ്നമുണ്ട്. കൊച്ചേ നീ മിണ്ടായിരുന്നേ. ഇവിടെ ഞാൻ എനിക്ക് പൊറോട്ടയും ബീഫും കിട്ടാൻ തന്നെ ദേഷ്യത്തിരിക്കുമ്പോഴാ. നിനക്ക് നിന്റെ പ്രശ്നം പറയണെങ്കിൽ നീ നിന്റെ റൂമിൽ പോയിരുന്ന് പറ. പോ കൊച്ചേ, കളിക്കില്ലേട്ടോ, നീ വാങ്ങുവേ. ഡീ ഇത്ര നേരം നിന്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ വരും വരും എന്ന് പറഞ്ഞ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അച്ഛാ നിന്റെ മിണ്ടായിരിക്കാൻ പറഞ്ഞേ. ഇവിടെ ഒന്നാ ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കണേട്ടാ, രണ്ടിനെ അടിച്ച് പുറത്ത് കളയായി. എന്തിന്? അത് അച്ഛനെ തപ്പി വന്നത്. എന്റെ ശവം കാണാൻ വേണ്ടിയായിരിക്കും. കോളൻ പൈസ വെച്ചാൽ തരയില്ല, മുങ്ങി കിടക്കണം. എന്റെ കൈ കിട്ടാൻ അവനെ ആലോചിക്കുമ്പോഴേക്ക് ഭ്രാന്താണ്. അച്ഛൻ ലച്ചേച്ചി കുഴിപ്പള്ളത്ത് പോയാ? ആക്കണേ കുഴിപ്പള്ളത്ത് പോയാ ഒരു കാര്യം ഞാൻ വിളിച്ചു നോക്കാം. വിളിക്കും, വേറെ പണിയില്ല എനിക്ക്. നമുക്ക് എന്നാ മിണ്ടാതെ നിന്നോ. ഇന്നത്തെ എന്റെ സ്വഭാവം അനുസരിച്ച് എനിക്കതിനോടാ ഞാൻ എന്ത് ചെയ്യുന്നു. അച്ചോയ് ലച്ചേച്ചി എടുക്കണില്ലല്ല, ഒരു രക്ഷയില്ല കേട്ടാ. നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ ആ റൂമിൽ കിടക്കുമായിരുന്നില്ലേ, റൂമിൽ കിടക്കില്ല, പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫോൺ സൈലന്റ് ആയിരുന്നു. നാശം പിടിച്ചതിനോട് ഇറങ്ങി തിരിച്ച് ഒരു വക കഴിക്കാൻ പറ്റില്ല. വിശന്ന് കത്തടിക്കും. അച്ഛാ എടുക്കണില്ല കേട്ടാ. എടുക്കട്ടെ, അവിടെ പോകാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കണോ? അവരും കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നിന്നെ ഞാൻ എത്ര തവണ വിളിക്കണോടാ, നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തെ? ഞാൻ ചേച്ചി തിരിച്ചു വിളിച്ചില്ല. ചേച്ചി എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തെ? ഞാൻ നിന്നെ 8 തവണക്കാൾ മേലെ വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നീ ഫോൺ അറ്റൻഡ് ചെയ്തില്ല? അത് ഞാൻ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഫോൺ സൈലന്റ് ഇട്ടിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. എടാ അത്യാവശ്യത്തിന് വിളിച്ചാൽ നീ ഫോൺ എടുക്കണ്ടേടാ, സൈലന്റ് ഇട്ടാ ശരിയാവോ? അച്ഛൻ എന്തിയെ? ഇവിടെ ജീവനോടുണ്ട്. 2 ദോശ കഴിച്ചോണ്ടേ എനിക്ക് അപമൃത്യൊന്നും സംഭവിച്ചില്ല. അതിനാ ടൗണിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് വന്നല്ലേ. ഞാൻ എന്തൊരു ടെൻഷൻ അടിച്ചെന്ന് അറിയോ അച്ഛാ? ഞാൻ രക്ഷപ്പെട്ട് പോകുന്നതല്ലേ. ഞാൻ എത്ര തവണ അച്ഛനെ വിളിച്ചാ അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചല്ലേ? എനിക്കറിയാം എന്നെ വിളിക്കുമെന്ന്. അത് ഞാൻ മനഃപൂർവ്വം ഫോൺ സ്വിച്ച് ഓഫ് വെച്ചാണ്. ചേച്ചി അപ്പൊ കുഴപ്പമില്ലാത്ത പോയില്ലേ? എടാ എങ്ങനെ പോവാനാ? കൂടെ വന്ന ആളടക്കി വെച്ച് മിസ്സായി, പിന്നെ ടെൻഷൻ അടിച്ച് നേരം ഇങ്ങോട്ട് വന്ന്. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ മരണം വരെ നീ വിളിച്ചാൽ ഞാൻ ഒരിടത്ത് വരൂല. അതിന് ആര് വിളിക്കുന്നു? എടി നീ വിളിച്ചാലും വരൂലടി, കാരണം ഞാൻ മാധവന്റെ മോനാണ്. വാശിങ്കി വാശിയടി. ഇതിപ്പോ എന്താണ് പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയിട്ട് അപ്പോൾ 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. അതിനും എന്താണ്? ഇവിടുന്ന് ഇറങ്ങി ഒരു 20 മിനിറ്റിനുള്ളിൽ ടൗൺ എത്തി. ടൗൺ എത്തിയപ്പോ തന്നെ പറയാ നാരങ്ങാളം വേണമെന്ന്. എനിക്ക് നാരങ്ങ വേണമെന്ന് പറയും. നല്ലൊരു നാരങ്ങ കടങ്ങ് ഞാൻ കണ്ടിട്ടാ. സോഡ നാരങ്ങ നല്ല മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് തരാം. അപ്പൊ അത് വാങ്ങിയ കുറെ സമയം എടുക്കും. അതുകൊണ്ട് എനിക്ക് അപ്പുറത്ത് യാതൊരു വൃത്തിയായിട്ട സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു നമ്മള്. അത് ഇനി അവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി സാധനങ്ങൾ, അതായത് സിദ്ധുനമ്മയ്ക്ക് വയ്യല്ലോ, അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് അതിന് തൊട്ടടുത്തുള്ള ഒരു ചെരുപ്പ് കടയിൽ കയറി. അവിടെ നല്ല സെലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ചെരുപ്പ് എടുത്തില്ല. അയ്യേ കുഴിപ്പുള്ള അമ്മയ്ക്ക് വീട്ടിൽ ഞരങ്ങാൻ വേണ്ടി ചെരുപ്പ് എനിക്ക് പണി നടന്നു. എനിക്കുണ്ടെങ്കിൽ വിശന്ന് വേണം, അതുകൊണ്ട് ഞാൻ ഓടി രക്ഷോട്ടത്. അത് കഴിഞ്ഞ് ഓട്ടോ ഇറങ്ങി 5 മിനിറ്റ് പോലും നടന്നില്ലത്. അതിന് മുൻപറിയാ കാല് വയ്യെന്ന്.
ഇവിടെ എന്നെ നടത്തിച്ച് കൊന്നിടാ. ഓരോ കടയിൽ കയറി, ഈ കടയിൽ കയറി, അടുത്ത കയറി, പഠിച്ച കടയിൽ കയറി, ഒരു കടയിൽ കയറിയിട്ട് നമുക്ക് ഒന്നും ബോധിക്കില്ല. ഒരൊറ്റ സ്ഥാനം പോലും വാങ്ങിച്ചില്ല, അറിയാമോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞല്ലോ എനിക്ക് കുറെ സാധനം മേടിക്കാനുണ്ടെന്ന്. പൈസയുടെ അഹങ്കാരം അല്ലെന്ന് തോന്നുന്നു. അച്ഛാ ഓരോന്ന് പറയുന്ന ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ. എന്നെ ടൗണിൽ കളഞ്ഞിട്ട് വന്നില്ലേ, എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച്. അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. ആ അവളിഞ്ഞ് വരട്ടടി, അവക്കാൻ 2 കൊടുക്കാം. നിന്നെ വളർത്തി വഷളാക്കിയതിന്. രണ്ടുപേരും ഭയങ്കര സെറ്റാണ്, ചങ്കാണ്, ചങ്കിടിപ്പാണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് പോയത്. മക്കളെ നിനക്ക് അറിയാമോ, ഓരോ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ ഞാൻ പറയും, മക്കളെ എനിക്ക് ഇവിടുന്ന് വല്ല വാങ്ങിയ വിശക്കുണ്ട്, അടുത്തില്ല പറഞ്ഞു പറഞ്ഞ അവസാനം പറഞ്ഞു കുഴിപ്പള്ളം തിന്നിട്ട് ആഹാരം കഴിക്കാന്ന്. അയ്യോ എന്റെ അമ്മ ഇനി ഇല്ല ഒന്നിനും. എന്റെ ദൈവമേ, ഞാനിതൊന്നുമില്ല. അതൊന്നും സ്വാമിയെ ശരണയ്യപ്പ. ഇവിടെ എല്ലാരും നേരത്തെ വിളിച്ചില്ലേ, ഞാൻ വിളിച്ച്. ഈ പുട്ടിന് തേങ്ങ ഇടുന്ന പോലുള്ള എവിടെ ഇടക്കിടക്കുള്ള ഈ ഡയലോഗാണ് സഹിക്കാൻ വയ്യാത്തത്. അടക്കം പഠിക്കുന്ന പോലെ സംസാരിക്കുന്നത് അത് കുഴപ്പമില്ലേ? നമ്മുടെ കണ്ണൂത്തോട്ട് കളിക്കാം. വയറൂത്തി പൊട്ടിക്ക് ഞാൻ. അച്ഛനെ ഒരു കാര്യത്തിൽ ജന്മത്തിനാ വിളിക്കില്ല. ഞാൻ വിളിച്ചോട്ടെ, ഞാൻ പറ്റില്ല. നീ വാ. ആ പോവാ. നീ പോ. ചേച്ചി അച്ഛാ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാം. സില്ലി മാറ്റേഴ്സ്. ദൈവമേ, ഇനി ഞാൻ സിദ്ധ വിളിക്കുമ്പോ എന്ത് പറയും? നോക്കിക്കോ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ഞാനും എല്ലാം പറഞ്ഞു കൊടുക്കും. അവരറിഞ്ഞ മാനക്കേടാണ്. എനിക്ക് മാനക്കേടാടി. ദൈവമേ, സിദ്ധുവിന്റെ അമ്മ വിളിക്കുന്നു. അയ്യോ. ഹലോ അമ്മ. അമ്മ ഞങ്ങളെ ഇവിടെ ഇറങ്ങുന്നേ ഉള്ളൂ. പിന്നെ അമ്മ, അച്ഛൻ കൂടെ വരാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും. ഞാൻ എന്തായാലും വരും. അത് ഞാൻ വന്നിട്ട് പറയാമോ? ചേച്ചി ഇറങ്ങി ചേച്ചി ഞാൻ മാത്രമേ വരുള്ളൂ. ലച്ചു വരാൻ എന്തോ വയ്യത്. ശരി ചേച്ചി, ഓക്കെ. ഞാൻ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് പറഞ്ഞു തരാം. ശരി ചേച്ചി, ഓക്കെ. ഞാൻ പോണു. എവിടെ പോണു? ഞാൻ പോണേ, നീ വരണ്ട. ഞാൻ പോണു. നീ ഒരു കാര്യം ചെയ്യ്, നീ ലിസ്റ്റ് പൈസ തരാം, ഞാൻ സാധനം വെച്ച് കൊടുക്കാം. അച്ഛൻ വരണ്ട, ഞാൻ പൊക്കോളാം. ഒരുമിച്ച് പോവാം. അങ്ങനെ വഴിക്ക് വാ. പിന്നെ സമയമില്ല, പെട്ടെന്ന് വാ. നീ പോയിട്ട് വരാൻ. ഒരു മിനിറ്റ്, ഞാൻ എന്റെ ബാഗ് ഒന്ന് എടുത്തോട്ടെ. വഴിക്ക് വാടി. പോവാം മക്കളെ. പോവാം. എല്ലായിടത്തും ഇറങ്ങാ. കൊച്ചിന് നോക്കണം കേട്ടാ. മോളെ നിൽക്കരുത് ഇവിടെ. വാ, സമയം പോകുന്നു ബാബു. വാ. എന്തോന്നടേ ഇത്? ഇതിനെപ്പറ്റിക്ക് മഴപ്പെട്ട് കൂട്ടും.